കുട്ടികൃഷ്ണൻ എന്നൊരു ആന ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അമ്മ ദിവസം ഈ ഉപ്പുമാങ്ങിയ ശർക്കരയൊക്കെ കൊടുക്കുക. ഇപ്പോഴാ സ്ഥലം അവിടെ കാണാം. അങ്ങേ ഭാഗത്ത് കോമ്പര എന്ന് പറയും. ആന വിറ്റു. അങ്ങനെ പോയി. കുറേ കഴിഞ്ഞപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് എന്തിനോ ഒരു ഭാഗത്തിന് ഈ ആനയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അത് നേരെ അകത്തേക്കാ വന്നു. അന്ന് ഇവിടുന്ന് വിൽക്കണ കാലത്ത് ആനയ്ക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റും. പിന്നെ അതിന് പൊക്കം കൂടി എന്നുള്ള കാര്യം ആനയ്ക്കും വിചാരമില്ല. അമ്മ അവിടെ ഉണ്ട്. അമ്മ ദിവസം ഇങ്ങനെ അത് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അത് അങ്ങടാ വന്നു. ഈ ഇതില്ലേ ഉത്തരം അത് പോയി. അങ്ങനൊരു അപ്പോഴേക്ക് അമ്മ എന്താ പറഞ്ഞു, എന്താ കുട്ടികൃഷ്ണ പൊക്കം. അപ്പം എന്തെങ്കിലും അമ്മയുടെ നിന്ന് കിട്ടിയാലേ അത് പോവുള്ളൂ. പിന്നെ 2 നായ ഉണ്ടായിരുന്നു, ഡോബർമാൻ. ഒരു ഗോവിന്ദൻകുട്ടി എന്നൊരു പേരിട്ടൊരു നായ ഉണ്ടായിരുന്നു. അത് ഭക്ഷണം വെച്ച് കൊടുത്താൽ അമ്മ തിന്നാൻ പറഞ്ഞാലേ തിന്നുള്ളൂ. ഒരു ദിവസം എന്തോ ഒരു കഷ്ടകാലത്തിന് അമ്മ തിന്നോ എടുത്തോ എന്ന് പറയാൻ മറന്നു. അതാ അവിടെ നിന്നു. ചോറ് അവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട്. അതങ്ങനെ പട്ടിണി കിടക്കണമാതിരി നിന്നു. കുറേ കഴിഞ്ഞ് വന്നപ്പോഴാണ് അമ്മ നോക്കിയപ്പോഴാണ് ഇത് തിന്നിട്ടില്ല. ആൻഡ് ദാറ്റ് ഡോഗ് ഷട്ട് ഇറ്റ്സ് ടീയേഴ്സ്. അതിന് കരച്ചിട്ട് വന്നിറങ്ങി. അമ്മയ്ക്ക് അതിലേറെ വിഷമം. അത് അമ്മ തിന്നോളം പറഞ്ഞാൽ തിന്നുള്ളൂ. ചോറ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഭക്ഷണം ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയാലും അമ്മ പറയണം തിന്നോ എന്ന് പറഞ്ഞാലേ. 8 മക്കൾ. ഓരോ കുഞ്ഞിനുമിടയിൽ 2-3 വർഷങ്ങളുടെ വയസ്സിൻ്റെ ഇടവേള. അതുകൊണ്ട് തന്നെ ലാളന കുറവായിരുന്നു. എങ്കിൽ പോലും അദൃശ്യമായ ഒരു സ്നേഹപാശം കൊണ്ട് ഈ അമ്മ തൻ്റെ എല്ലാ മക്കളെയും തന്നോട് ചേർത്തു നിർത്തി. അതുകൊണ്ടാണ് അമ്മയുടെ അന്ത്യനിമിഷങ്ങൾ മുൻകൂട്ടി അറിയാൻ ഈ മകന് സാധിച്ചത്. അന്ന് പരിണാമം എന്ന് പറഞ്ഞിട്ട് NFDCക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കണ നേരം ഞാൻ അങ്ങോട്ട് പോകാൻ ഭാവിക്കാം. ലക്കിടിക്ക് ഇവിടുന്ന് കോയമ്പത്തൂർക്കോ ഏതോ ഒരു അടുത്ത ഫ്ലൈറ്റിന് പോകണമെന്ന് വിചാരിച്ചു. എനിക്ക് അന്നിങ്ങനെ തോന്നി ഇപ്പോൾ ഇല്ലത്തേക്ക് പോകണം. അന്ന് എനിക്ക് മൊബൈലില്ല. 6-7 കൊല്ലമായിട്ടുള്ള മൊബൈലൊന്നുമില്ല. ഞാൻ ഓരോ പബ്ലിക് ബൂത്തിൽ നിന്നും ചോദിക്കില്ലത് അമ്മയ്ക്ക് എന്താ വല്ലതുണ്ട്. അമ്മയ്ക്ക് അങ്ങനൊന്നുമില്ല. ഈ പട്ടി കൊണ്ട് എത്താറുന്നതിൻ്റെ മുമ്പേ കൊണ്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചെറിയച്ഛൻ്റെ മകൻ്റെ പിന്നെ ഇയാൾ ആരോ പറഞ്ഞു ഷീസ് സിങ്കിങ്. അപ്പോൾ എനിക്കതൊരു ഇൻറ്റ്യൂഷൻ മാതിരി അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് കടന്ന് ലാസ്റ്റ് ബ്രീത്ത് വേണം ഞാൻ കണ്ടു എന്ന് പറയാൻ കണ്ടില്ല എന്ന് പറയാൻ ഭേദം. അതെനിക്കൊരു ഇൻറ്റ്യൂഷൻ ടൈം മാതിരി. ഒരു നാഭിനാള ബന്ധത്തിലൂടെ ചോരയും നീരും വെച്ച് ഉരുവമെടുക്കുന്ന ജീവൻ. പിന്നീട് മുറിച്ച് 2ആക്കുമ്പോഴും മുറിയാതെ പിന്തുടരുന്ന ആത്മബന്ധം. അമ്മ അതാണ്. ഒരു ജന്തുവിനും തള്ളിക്കളയാനാകാത്ത വിശിഷ്ട ബന്ധം. മാതൃദിനങ്ങൾ അതിൻ്റെ അനുസ്മരണയാകുമ്പോഴും നമ്മൾ മറക്കാതെ ഉറപ്പിക്കേണ്ട ഒന്നുണ്ട്. ഓരോ പുലരിയിലും ഓരോ സായാഹ്നത്തിലും ഉച്ചരിച്ചുറപ്പിക്കേണ്ട സത്യം. അമ്മേ സുഖമല്ലേ? അമ്മേ സന്തോഷമല്ലേ? അമ്മേ 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 നീയാണ് കാരുണ്യം, നീയാണ് സത്യം.